ഈ ജ്യോതിഷം എത്രത്തോളം ഈ വാസ്തുവിലും ടെമ്പിൾ കൺസ്ട്രക്ഷനിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ജ്യോതിഷം. ജ്യോതിഷമില്ലാതെ വാസ്തു നിൽക്കില്ല. വാസ്തു നിൽക്കണമെങ്കിൽ ജ്യോതിഷം വേണം. കാരണം നക്ഷത്രാധിപത്വം ജ്യോതിശാസ്ത്രാധിപി സുവിജ്ഞയെന്നാണ്. നക്ഷത്രാദികൾ ഒരു ഗ്രഹത്തിന് അതിൻ്റെ കൺസെപ്റ്റിൽ ഗ്രഹത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഈ ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഗൃഹം എന്ന് പറയുന്നതും ഗൃഹം എന്ന് പറയുന്നതും ഭാര്യയും ഭർത്താവാണ്. ഭർത്തവ്യം ഗൃഹകർത്താരൻ നിശ്ചിത്യ വസതിയും വധു എന്നാണ്. ഭർത്തവ്യം ഗൃഹകർത്താരം, ഭർത്താവാണ് ഗൃഹകർത്താവ്. അതായത് വീട് വയ്ക്കാൻ പോകുന്നതായ ആളാരോ അയാൾ ഭർത്താവാണ്. നിശ്ചിത്യ വസതിയും വധു, നിശ്ചയിക്കപ്പെട്ടതായ വസതി വീട് വധുവാണ്. എന്നിട്ട് അവർ വിവാഹപ്പൊരുത്തം നോക്കുന്നത് പോലെ നക്ഷത്രപ്പൊരുത്തങ്ങളും ആയപ്പൊരുത്തങ്ങളും ഇങ്ങനെയുള്ളതായ പൊരുത്തങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഗൃഹത്തിൻ്റെ ആരൂഢം തിരഞ്ഞെടുക്കേണ്ടത്. ആരൂഢത്തിൽ പിന്നെ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. ബാഹ്യത്തിൽ നമുക്ക് മാറ്റം വരുത്താം, ആരൂഢത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ആരൂഢം പൊളിക്കാൻ ആരും അംഗീകരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ആരൂഢപ്പര എന്താണ്, ബാഹ്യമായിരിക്കുന്ന പര എന്താണെന്നുള്ളതിനൊക്കെ ശാസ്ത്രം വളരെയേറെ നിഷ്കർഷയോടുകൂടി പറയുന്നുണ്ട്. സ്ഥായി ഗൃഹന്തു ജനകം, ആരൂഢം എന്ന് പറയുന്നത് ജനകനാണ്, അച്ഛനാണ്. ജന്യം അസ്ഥായനം വിധു, അതിൽ നിന്നും ജനിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ അതിൽ നിന്നും വളർത്തപ്പെടുന്നത് മക്കളാണ്. ജന്യം അസ്ഥായനം വിധു, അസ്ഥായിയായിട്ടുള്ളത് മക്കളായിട്ടാണ് പറയുന്നത്. അപ്പം ഈ രണ്ട് ഇതിൽ പുറമേയുള്ള ബാഹ്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്താം, ആരൂഢത്തിന് വരുത്തരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ജ്യോതിഷം നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ പറയാം ജ്യോതിഷം അൺസയൻറ്റിഫിക് ആണ്, അതിൽ ശരിയല്ല, അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി നിർമ്മിച്ചതാണ്, അതിൽ സത്യാവസ്ഥ ഒന്നുമില്ല എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിനാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. അനാവശ്യമായ കാര്യത്തിന് ജ്യോതിഷം ഉപയോഗിക്കേണ്ട. അതായത് എന്താണ് ജ്യോതിഷം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തമസി ദ്രവ്യാണി ദീപയിവ, ഇരുട്ടിൽ കിടക്കുന്നതായ ദ്രവ്യത്തെ വിളക്ക് കൊണ്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് ജ്ഞാതമായതിനെ കാണാനായിട്ട് ജ്യോതിഷം വേണ്ട. ജ്ഞാതം എന്ന് പറയാൻ അറിയപ്പെടുന്നത്, ഈ ഇരിക്കുന്നത് കസേരയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്നത് ക്യാമറയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ജ്യോതിഷ രീതിയിൽ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ജ്യോത്സ്യർ ആ ഇരിക്കുന്ന ക്യാമറയാണോ അതല്ല അത് വേറെ എന്തെങ്കിലും ബോംബാണോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അത് ജ്ഞാതമായ സാധനമാണ്. ജ്ഞാതമായ സാധനങ്ങളെ കണ്ടെത്താൻ ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല. അജ്ഞാതമായിരിക്കുന്ന വിഷയങ്ങളെ കണ്ടെത്താനാണ് ജ്യോതിഷം. ഈ രണ്ട് സത്യം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോന്നിനും ജ്യോതിഷന്മാരെ ഇരുത്തിക്ക് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ വഞ്ചിക്കപ്പെടും. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമായ സാധനം തന്നെയാണ്. പക്ഷെ ജ്യോതിഷത്തെ ഉപയോഗിക്കേണ്ടതായ സന്ദർഭങ്ങളും മറ്റൊക്കെ ഉണ്ട്. നമുക്ക് സംശയം ജനിക്കുന്നതായ സമയത്താണ് ജ്യോതിഷത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ പെരയുടെ കണക്ക് ശരിയാണോ, ഒന്ന് ജ്യോത്സ്യം വെച്ച് നോക്കാം, ഒന്ന് കവടി വെച്ച് നോക്കാം എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ ജ്യോതിഷം അല്ല അവിടെ നോക്കേണ്ടത്, വാസ്തുവാണ് നോക്കേണ്ടത്. യഥാർത്ഥ വാസ്തുശാസ്ത്രത്തിനെ വിളിച്ച് അത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കണക്ക് ദോഷം ഉണ്ടെങ്കിൽ അത് പറയും. ദൈവികമായ എന്തെങ്കിലും ഈ സ്ഥലത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ, സർപ്പദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, ആഗന്തുകമായിരിക്കുന്നതായ വല്ല ശത്രുദോഷങ്ങളുണ്ടോ, പ്രേതദോഷങ്ങളുണ്ടോ, ഇതൊന്നും വാസ്തുശാസ്ത്രത്തിന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ കാണിക്കുക, വാസ്തു ജ്യോതിഷം എടുക്കും. അപ്പോൾ ജ്യോതിഷം അനുസരിച്ചിട്ട് ആ ഭൂമിയിൽ വല്ല ദോഷങ്ങൾ വന്നിട്ടുണ്ടോ, ഇത് എന്നെ സംബന്ധിച്ചായാലും എൻ്റെ അച്ഛനായാലും ഇത് രണ്ടും കൂടി കൈകാര്യം ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷവും കൈകാര്യം ചെയ്യും, വാസ്തുവും കൈകാര്യം. വാസ്തുശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കി അതിനൊരു ആൻസർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അവർക്ക് ഈ സ്ഥലപരമായിട്ട് വല്ല ദോഷങ്ങളുണ്ടോ, സർപ്പദോഷങ്ങളോ വല്ല മാരണദോഷങ്ങളോ അല്ലെങ്കിൽ വല്ല ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും വല്ല കിടപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ട് അവർക്കൊരു നല്ലൊരു അഭിപ്രായം അവർക്ക് പറഞ്ഞു കൊടുക്കും. അവരെ നമ്മൾ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അവർ നമ്മുടെ ഇതിലേക്ക് വരുന്നത് അവർക്ക് നല്ലൊരു അഡ്വൈസ് കിട്ടാനാണ്. അപ്പോൾ അവരെ നമ്മൾ ഏത് രീതിയിലാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അവിടെ എന്താണോ അവിടുത്തെ ദോഷം, വാസ്തുദോഷം ആണോ
അതല്ല മാരണദോഷങ്ങളാണോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം.